ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സോവറിൻ, നമ്മുടെ RBIയുടെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട്. അതിലാകുമ്പോൾ അതിൻ്റെ ഒരു കോൺ എന്ന് പറയാനുള്ളത്, നമുക്ക് ഒരു 8 കൊല്ലം 6 കൊല്ലമൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. നമുക്ക് അതിന് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഫിക്സഡ് ഒരു മിനിമം 8 ഗ്രാമോ അല്ലെങ്കിൽ 6 ഗ്രാമോ അങ്ങനെയൊക്കെ മിനിമം നമുക്ക് ഇത്ര ഗ്രാമിലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ട് നമ്മുടെ RBI ബോണ്ടിന്, നമ്മുടെ സോവറിൻ ബോണ്ടിന്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് തന്നെയാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് തന്നെ പറയാം സോവറിൻ ബോണ്ടിനെ. എന്താ വെച്ചാൽ നമുക്ക് അതിൽ RBIയുടെ സൈഡിൽ തന്നെ നമുക്ക് എക്സ്ട്രാ 2% ഇൻട്രസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുന്ന പോലെ ഒന്നും കൂടില്ല. ഇയേഴ്സ് എടുത്തിട്ടാണ് കൂടുക. നിങ്ങൾക്ക് ഒരു 10 കൊല്ലം മുമ്പത്തെ ഗോൾഡ് പ്രൈസും ഇപ്പം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 30% പ്രൈസ് ഇൻക്രീസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ 30% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഗോൾഡ് വാങ്ങിച്ച് വെച്ചവരും ഇപ്പോഴത്തെ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ, ചിലപ്പോൾ പണ്ട് നമുക്ക് ഒരു പവന് 5,000 രൂപയ്ക്ക് ഉണ്ടായിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 70,000 രൂപയ്ക്കൊക്കെ എത്തുന്നത്, ഇപ്പോൾ റീസെന്റ് 75,000 രൂപയ്ക്ക് എത്തുന്നത് ഒരു പവന്. അപ്പോൾ അതിനും കൂടുള്ളൂ എന്ന് വെച്ചാൽ ഗോൾഡ് ഒരിക്കലും കുറഞ്ഞു വരാനുള്ള സാധ്യത ഭയങ്കര കുറവാന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും കമ്പനി ഇടിഞ്ഞാലും ഗോൾഡാണ് പിന്നെയും കയറി നിൽക്കുക, അല്ലെങ്കിൽ പിന്നെയാണ് ഗോൾഡിൽ നിൽക്കുക. എന്താ വെച്ചാൽ മിക്ക കൺട്രീസുകളും ഇപ്പോൾ അവരുടെ അസറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗോൾഡിലാണ്. ഇപ്പോൾ നിങ്ങൾ റീസെന്റ് പണ്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇന്ത്യ UK സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തിരിച്ചെടുത്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യൂസും സംഭവം കണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കൺട്രികൾക്കും ഇതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവരുടെ ഗോൾഡ് അസറ്റ്സിൽ സേവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരിക്കലും പ്രൈസ് കുറഞ്ഞു പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടിപ്പോകാനോ ഒരു ചാൻസ് എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ ചാൻസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇത് റിസ്കി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് അസറ്റ്സുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്കി തന്നെയാണ്. പക്ഷേ റിസ്ക് കുറവുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ ഗോൾഡിന് കേട്ടോ. അതിപ്പോൾ കുറേ പേര് പറയാറുണ്ട്, നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, അത് ഭയങ്കര മോശമാണ്. പക്ഷെ അത് ഫുള്ളി കറക്റ്റ് അല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയും, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഈ ചെയിൻ, ഇത് ഞാൻ ഒരു 5 കൊല്ലം 6 കൊല്ലം മുമ്പ് എടുത്തേക്കുന്ന ഗോൾഡ് ചെയിനാണ്. അപ്പോൾ ഈ സാധനത്തിന്റെ പ്രൈസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വിറ്റാലും ഇത് ലാഭമാണ്. പറയുമ്പോൾ അതിൽ മേക്കിംഗ് ചാർജ് സംഭവമൊക്കെ പോയെങ്കിലും ഇപ്പോഴും ഈ സാധനം ലാഭമാണ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഗെയിൻ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന സാധനമാണെന്നുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ഈ iPhone ഇത് 6 മാസം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പ്രൈസ് പോലും കിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ആണ്. ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്. അതുപോലെ അല്ല പക്ഷേ ഗോൾഡ്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നത് പൊട്ടത്തരാന്ന് പറയാൻ പറ്റില്ല. അതൊരു ജ്വല്ലറി ആയിട്ട്, ഇപ്പോൾ ഇതൊരു ജ്വല്ലറി ആണല്ലോ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ജ്വല്ലറി വാങ്ങിക്കുന്നതിനാണ് ആ ഒരു പൊട്ടത്തരം എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ബാഡ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത്. വെച്ചാൽ അതിൽ നമുക്ക് ഇതുപോലെ മേക്കിംഗ് ചാർജും സംഭവങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ അതിനെ പൊട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡിനായിട്ടും എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന സാധനം. അതിൽ നമുക്ക് ഇതുപോലെ മേക്കിംഗ് ചാർജും സംഭവമൊന്നും വരില്ല. അതിൽ പക്ഷേ എക്സ്ട്രാ കുറച്ച് ചാർജുകളൊക്കെ പോകുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫിസിക്കൽ ഗോൾഡിന് അത്ര ചാർജ് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് ഞാൻ ഇതിന് മുമ്പ് നമ്മൾ പണ്ട് കുറച്ച് കാലം മുമ്പ് 1.5 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ജാർ ആപ്പിനെ കുറിച്ച് വീഡിയോ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ജാർ ആപ്പ് ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിറച്ച് പരസ്യങ്ങളും അതുപോലെ തന്നെ ഗെയിംസുകളൊക്കെ ആയിട്ട് ആകെ ഒരു വൃത്തിയായിട്ട ഒരു ഇന്റർഫേസ് ഒക്കെ ആയിട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തു. പിന്നെ അതിന് മിക്ക ടൈമിലും അണ്ടർ മെയിൻ്റനൻസിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വിഡ്രോയിൽ നടക്കില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ട് പറയുമ്പോൾ. പക്ഷെ അത് ലീഗലി ലൈസൻസ്ഡ് ആപ്പ് തന്നെയാണ്, ഫ്രോഡ് ആപ്പുകളൊന്നുമല്ല, ലൈസൻസ്ഡ് ആപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് നിർത്തിയിട്ട് ഞാൻ പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഗുല്ലക് എന്ന് പറഞ്ഞ ആപ്പ്. നമ്മുടെ ഓഗ്മെന്റ് ഗോൾഡ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ICICI ബാങ്കായിട്ടും അതുപോലെ തന്നെ റേസർ പേ ഒക്കെ ആയിട്ട് പാർട്ണർഷിപ്പ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ്. അത്യാവശ്യം നല്ല ഈസിയാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ഇന്റർഫേസ് ആണ്, ആർക്കും മനസ്സിലാവുന്ന ഒരു ഇന്റർഫേസ് ആണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇപ്പം എൻ്റെ ഫോൺ. അപ്പോൾ ഇതിൽ കണ്ടു ഗുല്ലക്, ഇതാണ് ആപ്പ് വരുന്നത്. ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഗുല്ലക്കിന്റെ ഇതിലേക്ക് പോകും. ഇത് അവരുടെ റെഫറൽ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഞാൻ എൻ്റെ റെഫറൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ എടുക്കുമ്പോൾ സിൽവർ കോയിൻസ് 1 ഗ്രാം സിൽവർ കോയിൻസ് വരെ ഫ്രീ കിട്ടാനൊക്കെ ഒരു ആക്ച്വലി ഒരു ഓഫർ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കി നോക്കാം. എക്സ്ട്രാ ചാർജും സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ ഗുല്ലക്ക് ത്രൂ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നോക്കാം. എക്സ്ട്രാ ചാർജും സംഭവമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഗുല്ലക്ക് എന്നൊരു ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൽ തന്നെ 3 താഴെ നിങ്ങൾക്ക് കണ്ടായിരിക്കും, 3 ഒരു ഡാഷ്ബോർഡ്, ഒരു ഗുല്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഹോം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഗുല്ലക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പണ്ടത്തെ പറയല്ലേ കാശ് കൊടുക്കുക,
അതേ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുന്നുണ്ടെങ്കിൽ പടം കാണുന്നുണ്ടോ, നമുക്കൊരു ഗുല്ലക്ക് എത്ര ഗുല്ലക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഞാൻ ആക്ച്വലി ഒരു 10 രൂപയുടെ ഡെയിലി ഗുല്ലക്ക് ഉണ്ടാക്കി വെച്ചാൽ, അതായത് 10 രൂപ ഓട്ടോമാറ്റിക്കലി SIP ആയിട്ട് കട്ടാവും. പിന്നെ വീക്കിലി 250 രൂപ കട്ടാവുന്ന ഒരു ഗുല്ലക്ക് ഇട്ടുണ്ട്. പിന്നെ മാസം 2000 രൂപയുടെ ഒരു ഗുല്ലക്കും ഉണ്ടാക്കി. ഞങ്ങൾ 3 ഗുല്ലക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ, ഇഷ്യൂ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു ഗോൾഡിന് വേണമെങ്കിൽ ഗുല്ലക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഒരു ഹൗസ്, അല്ലെങ്കിൽ പഠിപ്പ്, വെഡ്ഡിങ്ങിന്, റിട്ടയർമെന്റിന്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി ഗുല്ലപ്പ് ഉണ്ടാക്കാം. അത് അവർ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കംഫർട്ടബിൾ റിട്ടയർമെന്റ് എന്ന് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് 60 വയസ്സെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് പ്ലാനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കാം, അവർ തന്നെ കാണിക്കും എത്ര 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ കൺട്രോളൊക്കെ ചെയ്യട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് അത്രയും ഇടുന്നുണ്ട് താല്പര്യമില്ലെങ്കിൽ. ഇത് ആക്ച്വലി ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിപാടി ആയിട്ട് കണക്കാക്കാറ് ഡിജിറ്റൽ ഗോൾഡിനെ. അത് എന്ത് തരം ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു ഇൻവെസ്റ്റ്മെന്റിലും ഫുൾ നമ്മുടെ എന്താ പറയുക എമൗണ്ട് ഫുൾ ഇട്ട് വെക്കരുത്, അത് റിസ്ക് കൂടുതലായിരിക്കുള്ളൂ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള റിസർച്ചും സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രം നിങ്ങളുടെ ഓൺ ഇൻട്രസ്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡോ സംഭവം ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ടാക്സേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 3 കൊല്ലത്തിനുള്ളിൽ ഈ ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ വരും, അതിന് മുകളിൽ വിൽക്കുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും കേട്ടോ. അതാണ് ടാക്സേഷനിൽ വരുന്നത്. ആക്ച്വലി റിഡംഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് എപ്പോൾ വേണമെങ്കിൽ വെക്കാന്നാണ് ആക്ച്വലി റൂൾ വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ഗുല്ലക്കും അതുപോലെ തന്നെ ജാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് ആപ്പ് ഇല്ലേ, മൊബൈൽ ആപ്പ്, അതിലൊക്കെ ആക്ച്വലി നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ബാങ്കിനും അതുപോലെ തന്നെ NBFCക്കും ഒക്കെ ആക്ച്വലി RBI ഇപ്പോൾ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പക്ഷേ ഒന്നെങ്കിൽ ഓഗ്മെന്റ് ഗോൾഡ് അല്ലെങ്കിൽ MMTBC അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അവർ ത്രൂ ആണ് ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും വോൾട്ടിൽ സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ നിങ്ങൾ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ ചെയ്യാം. ICICI ബാങ്കിന്റെ അത് കൂടെ ചെയ്യാം. നിങ്ങൾ ഏത് ബാങ്കാണ് ഉപയോഗിക്കുന്നത്, മിക്ക എല്ലാ പ്രൈവറ്റ് ബാങ്കുകളുടെയും ആപ്പിൽ ഈ സാധനം ഉണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇട്ടാ. ഞാൻ പറഞ്ഞത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പ്രൊമോഷൻ ചെയ്യുന്നില്ല, ഇത് മാത്രമായിട്ട് എടുത്ത് പറയാൻ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ RBI റെഗുലേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് എ നമ്പർ ഓഫ് റെഗുലേഷൻസ് ഗവേണിംഗ് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. ദീസ് regulations are designed to protect consumers and ensure the safety and security of digital gold investment. അതിൽ 4 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെ എൻറ്റിറ്റീസിന് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം? അതിൽ നമുക്ക് ബാങ്ക്സ് വരുന്നുണ്ട്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് വരുന്നുണ്ട്, പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള PSP ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ KYC നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ഡിജിറ്റൽ ഗോൾഡ്, അതൊരു വോൾട്ടിൽ നമ്മുടെ ഇഷ്യൂറിന്റെ വോൾട്ടിൽ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. അതുപോലെ തന്നെ റിഡംഷനും ഒരു റൂൾ ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ റിഡീം ചെയ്യാൻ റൂൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഈ റിഡംഷന് തന്നെ പല ആപ്പിലും പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ റിഡംഷൻ ലിമിറ്റ് പല സംഭവത്തിലുണ്ട്. പെർ ഡേ ലിമിറ്റേഷൻ എത്ര ലിമിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ മാക്സിമം റിഡക്ഷൻ ഓഫ് ഡിജിറ്റൽ ഗോൾഡ് ഫ്രം എ മൊബൈൽ വാലറ്റ് ഈസ് 2 gram per day. അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ തുടങ്ങി വെക്കുക. അതുപോലെ തന്നെ ലിമിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിജിറ്റൽ ഗോൾഡ് ത്രൂ എ മൊബൈൽ വാലറ്റ് ഈസ് ₹50,000 per month. അത് പിന്നെ വലിയ അധികം ആൾക്കാർക്ക് വലിയ ഇഷ്യൂ വരില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പ് എപ്പോഴും ഡു യുവർ റിസർച്ച്, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഓൺലി വെൻ യു ക്യാൻ അഫോർഡ് ടു ലൂസ്. അതായത് റിസ്ക് ഉള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും അത് നിങ്ങളൊരു അത് എന്താ പറയാ, അതാണ് ഞാൻ ഇത് പറയുന്നത്, അഫോർഡ് ടു ലൂസ്. അങ്ങനെ ഒരു എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭരിക്കും. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ചിലപ്പോൾ ഇടിയാം. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ആവുന്നല്ല. പിന്നെ ഇതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. അല്ലാണ്ട് എല്ലാ എമൗണ്ടും ഫുള്ള് ഗോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞാണുള്ളത്. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് പോയിന്റ്സുകൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി നമ്മുടെ ഗുല്ലക്ക് വരുന്നത് ഓഗ്മെന്റ് ഗോൾഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. അവരുടെ ലൈസൻസ് പാർട്ണറാണ്. നിങ്ങൾക്ക് അത് അറിയായിരിക്കും. അവർ ഓഗ്മെന്റ് ഗോൾഡ് എന്ന് പറയുന്നത് മൾട്ടി അവാർഡ് വിന്നറൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഒരു സൈറ്റാണത്. ഗവൺമെന്റ് ഫോക്കസ് ആകും സോണി എന്താ ഫോക്കസ് ആകട്ടെ, അതാ കണ്ടോ. ഇവർക്ക് അതേപോലെ തന്നെ ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്, NABL സർട്ടിഫിക്കേഷൻ ഉണ്ട്, BI സർട്ടിഫിക്കേഷൻ ഉണ്ട്, IGD സർട്ടിഫിക്കേഷൻ ഉണ്ട്, EU സർട്ടിഫിക്കേഷൻ ഉണ്ട്, RMA സർട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ നോക്കി നോക്കാം കേട്ടോ. ഓഗ്മെന്റ് ഗോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഗോൾഡ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗുല്ലക്കാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് വരും കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, ഒരിക്കലും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഗോൾഡ് ചെയ്യരുത്, നഷ്ടം വരും. ഞാൻ പിന്നെ എടുത്തെടുത്ത് പറഞ്ഞോട്ടെ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരു മാസത്തേക്ക് ചെയ്യുന്നൊരു അടുത്ത മാസം എടുക്കാൻ നോക്കും, അപ്പോൾ നഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിജിറ്റൽ ഗോൾഡ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഷോർട്ട് ടേമിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിജിറ്റൽ ഗോൾഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ. നമ്മുടെ 3ാമത്തെ ചാനൽ GH വേൾഡ് മാത്രമേ പോയി കണ്ടുപോകുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടെലിഗ്രാം ചിലപ്പോൾ ബാൻ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.